ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അൺബോക്സിങ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത് എനിക്ക് നല്ല ക്വാളിറ്റി തോന്നി, അതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഹോളിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ മാക്സിമം ഉറക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വളച്ചുകെട്ടില്ലാതെ തന്നെ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അത് റാൻഡംലി ഡ്രസ്സുകളുണ്ട് അതിൽ, അതുപോലെ കമ്മലുകളുണ്ട്, പിന്നെ ഒരു ഐ മാസ്ക് അതും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന സാധനം എന്ന് മാത്രമല്ല, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ ക്വാളിറ്റി തോന്നിയതാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം വന്നിട്ട് എനിക്ക് ഫസ്റ്റ് ഞാൻ ഇതേ കാണിക്കുന്ന ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഇവിടെ ചേച്ചി വന്നിട്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ആള് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. ഇതാണ് ഡ്രസ്സ് വരുന്നത്. ഒരു ഫുൾ ഗൗൺ ടൈപ്പ്, ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഫുൾ ഒരു കുർത്ത ടൈപ്പാണ്. ഞാനിത് ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ക്യാമറ, ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചധികം നല്ല അകലെ പോയി നിന്നിട്ട് വേണ്ടി വരും ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് എന്തായാലും ഇട്ട് കാണിക്കുന്നുണ്ട്. ഇത് സൈസ് വന്നിട്ട് XL ആണ് എടുത്തിട്ടുണ്ടാക്കുന്നത്. XL സൈസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് XL ഓക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഈ ഫ്രണ്ട് ഭാഗം വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചൊരു തടിയുള്ളവർക്കാണെങ്കിലും ഇഷ്യൂ വരില്ല, മീൻസ് കൊള്ളാതെ ഒരു പ്രശ്നം വരില്ല. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ഒരു കട്ടിങ് വന്നിട്ട്, ഇവിടെ മീൻസ് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഫ്ലെയർഡ് ആണ്. ഇതേണ്ടോ, ഫുൾ ലെങ്ത് ആണ്. എനിക്ക് വന്നിട്ട് ഇത് ഫുൾ ലെങ്ത് ആണ് വരുന്നത് കേട്ടോ. കയ്യ്, ഈ കഴുത്ത്, ഇതൊക്കെ ഇലാസ്റ്റിക് ആണേ. ഈ ഭാഗങ്ങളൊക്കെ ഇലാസ്റ്റിക് ആണ്. അതിനുശേഷം കൈ ഇതേ ഒരു ഫുൾ കൈ മോഡലാണ് വന്നിരിക്കുന്നത്. ഈ കൈയിന്റെ ഇവിടെ ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുരുക്കി ചുരുക്കി ഇങ്ങനെ ഇടാം കേട്ടോ. അതായത് ഈ ഒരു ഭാഗം വരെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് മോഡല്. ഇതിൽ തന്നെ വെറൈറ്റി കളേഴ്സും അതുപോലെ പാറ്റേൺസും അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്നു നോക്കിയപ്പോൾ. പക്ഷെ കുറച്ചുകൂടെ ഭംഗി ഇതിന് തന്നെയാണ് തോന്നിയത് കേട്ടോ. മൊത്തത്തില് ബാക്കിയുള്ളതിനൊക്കെ കുറച്ചുകൂടെ ഭംഗി തോന്നിയതാ. പിന്നെ ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് കാരണം കൊണ്ട് എല്ലാവർക്കും ചേരും ചെയ്യും. ഇതിന്റെ പ്രൈസ് വരുന്നത് മീഷോയിൽ നോക്കിയ സമയത്ത് 551 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പീസ് എന്തോ കണ്ടുള്ളൂ. ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ട് മീഷോയിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ 551 രൂപ കണ്ട്. ഫ്ലിപ്കാർട്ടിൽ 385 രൂപയുള്ളൂ. ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ബിലോ 400 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മീഷോ സജസ്റ്റ് ചെയ്യാഞ്ഞത്. ഇത് ഫ്ലിപ്കാർട്ടിലാണ് റേറ്റ് കുറവ്, 385 വരുന്നുള്ളൂ. അതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി, അതായത് ആ പ്രൈസിന് നല്ല വർത്ത് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു കുഞ്ഞു ടോപ്പാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ടോപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത്രേ ഉള്ളൂ, നമ്മുടെ അര വരെയുള്ളൂ. ജീൻസിന്റെ കൂടെയാണെന്നുണ്ടെങ്കിലും അതുപോലെ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള പലാസോയുടെ കൂടെയൊക്കെ നല്ല രസം ഉണ്ടാവും. അല്ലെങ്കിൽ പാവാടയുടെ കൂടെ ആണെങ്കിലും സ്കേർട്ടിന്റെ കൂടെ ആണെങ്കിലും രസം ഉണ്ടാവും കേട്ടോ. ഇത് വന്നിട്ട് ഒരു വെറൈറ്റി കൈയൊക്കെയാണ് കേട്ടോ. ഞാനിത് എടുത്ത സമയത്ത് എനിക്കിത് ഇത്രയും ഭംഗി ഉണ്ടാവും തോന്നിയില്ല. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ കളർ വന്നിട്ട് നല്ലൊരു ഇതിൽ കാണുന്ന ഒരു കളറല്ല, ഇതിലൊരു ലൈറ്റ് പിങ്ക് അല്ലേ കാണുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞത് ഒരു നല്ല റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇവിടെ കയ്യിന്റെ ഭാഗമൊക്കെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതേണ്ടോ, കയ്യിന്റെ ഭാഗമൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല, അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പറയാം. ഇതാണ്ടോ, ഇതാണ് കയ്യിന്റെ ഫുൾ കട്ടിങ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ പഫ് മാതിരി ഇതിങ്ങനെ തൂങ്ങി കിടക്കും. വേണമെന്നുണ്ടെങ്കിൽ നീട്ടിയിടാം, അല്ലാന്നുണ്ടെങ്കിൽ പഫ് മാതിരി ഇങ്ങനെ തൂങ്ങി കിടക്കും. പിന്നെ എലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ കയ്യും എലാസ്റ്റിക് ആണ്. അതുപോലെ കഴുത്ത് ബാക്ക് എലാസ്റ്റിക് ആണ്. ഫ്രണ്ട് എലാസ്റ്റിക് അല്ല, എന്നാലും ഇതൊരു വലിയ ഒരു ബനിയൻ ക്ലോത്ത് ആണ്, കോട്ടൺ ഒന്നല്ല, ഒരു ബനിയൻ ക്ലോത്ത് ആണ് വന്നിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് XL ആണ് സൈസ്. ഞാൻ എപ്പോഴും XL ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. XL സൈസ് ഇതെനിക്ക് കറക്റ്റ് ആണ് കേട്ടോ. അതായത് ചിലത് എടുക്കുന്ന സമയത്ത് വലിപ്പം തോന്നാറുണ്ട്, പക്ഷെ ഇതെനിക്ക് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രേ വരുന്നുള്ളൂ, നമ്മുടെ അര വരെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നുള്ളൂ. ഞാൻ അത് ഇട്ടിട്ടുള്ള വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് എന്ന്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, ഇടുമ്പോഴും അതെ നല്ലൊരു ഭംഗിയെ കാണാൻ വേണ്ടി. ഈ ഒരു കളർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ എന്തൊക്കെയോ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. അതിൽ എനിക്കൊരു പലാസോ ബ്ലാക്ക് ആണുള്ളത്. അപ്പോൾ അതിന് മാച്ച് ആയിട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. എല്ലാ കളറും നല്ല രസമാണ് കാണാൻ. ഞാൻ ഇനിയും അതിൽ നിന്ന് വേറെ ഏതെങ്കിലും കളർ എടുത്താലോ എന്ന് ചിന്തിക്കാനില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട്. ഓക്കെ,
പ്രൈസ് പറയാൻ വിട്ടുപോയി. ഇതിന്റെ പ്രൈസ് വന്നിട്ട് മീഷോയിൽ 268 ആണ്, 268 രൂപയാണ്. 268 രൂപയ്ക്ക് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്കേർട്ടിന്റെ കൂടെ ഇടാം, പലാസോയുടെ കൂടെ ഇടാം, ജീൻസിന്റെ കൂടെ ഇടാം, എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇടാം. നല്ല രസം, നല്ല സുഖമാണ്. പിന്നെ അങ്ങനെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരുവിധം കണ്ടിട്ടുണ്ടാവും, ഒരു ഐ മാസ്ക് ആണ് കേട്ടോ. ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ വെക്കാനുള്ളത്. നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ഫോണൊക്കെ നോക്കി സ്ട്രെയിൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കില്ലേ, അയ്യോ കുറച്ചൊരു തണുപ്പൊക്കെ ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനേന്ന്, അങ്ങനെയൊക്കെ വിചാരിക്കണവർക്കുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് സംഭവം ഞാൻ മീഷോ എന്നാണ് വാങ്ങിയത്, പക്ഷേ ഇത് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ് കേട്ടോ. അത് പല ഷേപ്പ്, പല കുറച്ചുകൂടെ വീതി ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മീഷോന്ന് ഞാൻ വാങ്ങാൻ കാരണം ആ സമയത്ത് മീഷോയിൽ ഇത് 89 റുപ്പീസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. അവർ പറയണത് ഇത് ജെല്ലാണ് ഉള്ളിൽ, ജെല്ലൊന്നല്ല, ഇതെന്തോ കളറ് വെള്ളം അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ രാത്രി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റിലാക്സ് ചെയ്യണ സമയത്ത് ഇതേ കണ്ടോ, ഇതിങ്ങനെ ഒട്ടിക്കണതാ. റിലാക്സ് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ വെച്ചിട്ട്, ഒരു മിനിറ്റ്, കണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ, എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാം രാത്രി. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് തണുപ്പ് നിൽക്കും. കണ്ണ് കാണാൻ ഇതിൽ തണുപ്പ് നിൽക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കൂടെ അല്ലേ, അപ്പൊ ആ തണുപ്പ് ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങി, അവര് പറയുന്നത് നമ്മുടെ കണ്ണില് അണ്ടർ ഐ ഡാർക്ക്നെസ്, അതുപോലെ പഫിനെസ് ഒക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കണ്ണിങ്ങനെ ഒരു വീർപ്പ് മാതിരിയൊക്കെ, അതൊക്കെ പോകുന്നതാണ്. നമുക്കിങ്ങനെ ടയേർഡായി അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ഫോണിലൊക്കെ ഒരുപാട് നേരം നോക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് ഭയങ്കര സ്ട്രെയിൻ മാതിരി തോന്നും. ഇപ്പോൾ ഫോണിലോ ലാപ്പിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അത് അറിയാനായിട്ട് പറ്റും. ഭയങ്കര ടയേർഡായിട്ട് രാത്രിയൊക്കെ കിടക്കുമ്പോൾ നല്ല നമുക്ക് കണ്ണൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടാവും. അപ്പം അതിനൊക്കെ നല്ല ഒരു സംഭവമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് വാങ്ങിയതിന് ശേഷം എനിക്ക് അധികം ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ശിവുവിന് വന്നിട്ട് ഇത് വെച്ച് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പം അവൻ ഉറങ്ങിയിട്ടാണ് ഇത് വെക്കാൻ പറ്റാറുള്ളൂ. ഭൂരിഭാഗം സമയങ്ങളിൽ അവൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉറങ്ങുന്ന കാരണം കൊണ്ട് തന്നെ ഇത് വെക്കാനായിട്ട് ഓർമ്മ ഉണ്ടാവാറില്ല. ഞാനൊരു 3-4 പ്രാവശ്യമാണ് വെച്ച് നോക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നല്ല സുഖമാണ്. നല്ല ഇങ്ങനെ ഉറങ്ങുമ്പോഴാണെങ്കിൽ ഉറക്കില്ലാത്തവർക്കൊക്കെ നല്ലതായിരിക്കും. ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ തട്ടി ഇങ്ങനെ മയങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്നാണ് തോന്നുന്നത്. എനിക്ക് നല്ല ഉറക്കുള്ള കാരണം കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കി ട്രൈ ചെയ്യാം. 7 days റീപ്ലേസ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഉപയോഗത്തിൽ വരുന്നില്ല. അതായത് വെക്കാൻ പറ്റണില്ലല്ലോ, അവന് കാണുമ്പോൾ പേടിയായത് കാരണം കൊണ്ട്. പിന്നെ ഞാൻ വെച്ചാൽ അവിടെ ഇരിക്കട്ടെ, നമുക്കിങ്ങനെ ഒരു നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. അപ്പം അല്ലാത്ത സമയത്ത്, ഓർമ്മയുള്ള സമയത്തൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. പിന്നെ 89 റുപ്പീസ് ആണ് ഉള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഇതിന് എത്രയാ 260 സംതിങ് വരുന്നുണ്ട്. പക്ഷെ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അത് എൻ്റെ അടുത്തുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ കണ്ണ് ഇത്രയല്ലേ ഉള്ളൂ, നമുക്ക് ഇത്രയല്ലേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷെ അത് വന്നിട്ട് നല്ലോ ഇങ്ങനെ എന്താ പറയുക, നല്ല ഫിറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കണ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ വെച്ച് നോക്കിയ സമയത്ത്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ക്വാളിറ്റിയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. ആ ഒരു പ്രൈസിന് ഇത് ഓക്കെയാണ്. ഇതാണപ്പോൾ മൂന്നാമത്തത്. ഇനി നമുക്ക് കാണിക്കാൻ പോകുന്നത് 2 കമ്മലുകളാണ്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ആ 2 കമ്മലുകൾ വാങ്ങിയിട്ട് ഏകദേശം 1.5 year കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാനത് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന, പക്ഷേ ലോങ് വീഡിയോ അല്ല, ഒരു ഷോർട്സ് എടുത്ത സമയത്ത്. അപ്പോൾ അത് അങ്ങനെ അധികം ആൾക്കാർ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ കമ്മലുകൾ ഭയങ്കര ക്വാളിറ്റിയാണ്, നല്ല വേർത്താണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ അതുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ കമ്മലുകൾ പ്രത്യേകിച്ച് ജിമിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവുമല്ലോ, എന്നെ പോലെ ജിമിക്ക് പ്രാന്തുള്ളവർ. അപ്പോൾ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ എൻ്റെ വീഡിയോകളിലൊക്കെ ഇതിലേക്ക് കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ബോക്സിലാണ് കേട്ടോ സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. ബോക്സ് നമുക്ക് യൂസ്ഫുൾ ആയിപ്പോയി അതിന്. ഇതാണ് കമ്മല്, ഫസ്റ്റ് കമ്മൽ ഇതാണ്. നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ 1.5 years ആയി എന്നുള്ളത്. ട്രഡീഷണൽ ആയിട്ട് എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും, സാരി അല്ലെങ്കിൽ ഇപ്പം ദാവണിയോ അല്ലെങ്കിൽ സെറ്റുമുണ്ടോ എന്താണെങ്കിലും ഞാൻ ഈ കമ്മല യൂസ് ചെയ്യാറ് എപ്പോഴും. നിങ്ങൾ തന്നെ പല വീഡിയോസിന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഫസ്റ്റ് കമ്മല്. സോ ചെയ്തിട്ട് ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് കമ്മൽ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ കാണുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ഗണപതിയാണ് വന്നിരിക്കുന്നത്. ലക്ഷ്മി അല്ല, ഗണപതി വിഗ്രഹം അല്ല, ഗണപതിയുടെ ഒരു ഇതാണ്. പിന്നെ പിങ്കും ഗ്രീനും
കല്ലുകളാണ് വന്നിരിക്കുന്നത്. അടിയിൽ പിങ്ക് കല്ലാണ്, ഇതേ ഉണ്ടോ, അടിയിൽ പിങ്ക് കല്ല, എന്നിട്ട് ഇങ്ങനെ മണികൾ. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ. കുഞ്ഞു മുഖം അല്ലെങ്കിൽ വലിയ കമ്മലിടാൻ ഇഷ്ടമില്ലാത്തവർക്കൊന്നും പറ്റണം എന്നില്ല. അതല്ലാതെ ഇതാണോ, എന്റെ മുഖത്തേക്കൊക്കെ കറക്റ്റാ, വലിയ മുഖമായത് കാരണം കൊണ്ട്. ഇതാണോ, കമ്മലേന്ന് ഇട്ടാൽ മതി, നമ്മുടെ പകുതി ലുക്ക് അവിടെ ഫിനിഷ് ആയി കഴിഞ്ഞു. കണ്ട, നല്ല രസം, നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. അതായത് നമ്മളിങ്ങനെ എന്താ പറയാ, ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്താ പറയാ, ഇപ്പൊ സ്വർണ്ണം അല്ലാത്ത അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങില്ലേ, അതായത് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ലോക്കൽ ഒരു ടൈപ്പ് അല്ല, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതൊരു വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കിതെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. അത് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് സജസ്റ്റ് ചെയ്തത്. ആർക്കെങ്കിലും ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ ഗോൾഡ് ഓർണമെന്റ്സിന്റെ കൂടെ ഇടുമ്പോഴും വ്യത്യാസം അറിയില്ല. ആ ഒരു മാച്ചിങ് ഫിനിഷിംഗാണ് വന്നിരിക്കുന്നത്. ഒരു എന്താ പറയാ, മെഹന്തി ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് മുഖത്തേക്ക്. സാരിയുടെ കൂടെ, എന്തിന്റെ കൂടെ, ചുരിദാറിന്റെ കൂടെ അങ്ങനെ വലിപ്പം കൂടുതലാണ്. അല്ല, ഇങ്ങനത്തെ ടച്ച്, ട്രഡീഷണൽ ടച്ച് ഉള്ളതിന്റെ കൂടെ ഒക്കെ ഇടാട്ടോ. ഇതാണ് ഫസ്റ്റത്തെ. ഇതാണ് രണ്ടാമത്തെ കമ്മൽ കേട്ടോ. ഇതും നല്ല രസമാണ് കാണാൻ, പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി നല്ലോണം വലിപ്പമുണ്ട്. അതായത് ഒരു സാധാരണ മനുഷ്യന്മാർക്ക് റെഗുലർ യൂസ് അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, അങ്ങനെ ഒരു ഇത് ടൈപ്പ് അല്ല. കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. കുറച്ച് അധികം ഓവറാണിത്. ഓവർ പറഞ്ഞാൽ ഭംഗിയുണ്ട്, പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഓക്കെയാണ്, എനിക്ക് വലിപ്പത്തിൽ നോക്കണം. പക്ഷെ ഞാനത് അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലും ഇടുന്ന സമയത്ത് അതിലോട്ടാണ് പ്രിഫറൻസ് ഫസ്റ്റ് പോവുക. ആ ജിമിക്കി നോർമൽ ഒരു സിമ്പിൾ ടൈപ്പ് അല്ലേ വരുന്നത്, അതിലേക്കാ പോവുക. ഇത് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല പറഞ്ഞാൽ പുറത്തേക്ക് എവിടെ ഇട്ടിട്ടില്ല. ഒരു വീഡിയോയിലേക്ക് എന്തോ ഇട്ടിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ നല്ല രസം കാണാൻ വേണ്ടി. ഇതും അതെ, നല്ലൊരു മെഹന്തി ഷെയ്ഡിൽ വന്നിരിക്കുന്നതാ. ഗ്രീൻ, അതുപോലെ തന്നെ ഒരു എന്താ പറയാ, പിങ്ക് ഷെയ്ഡുള്ള കല്ലുകൾ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. താഴത്തൊക്കെ വൈറ്റ് ആണ്, അതിലത്തല്ലേ വൈറ്റ് പേളാണ്. മറ്റേതിൽ വന്നിട്ട് ഗോൾഡൻ മുത്തുകൾ മാതിരിയാണ് വന്നിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ വന്നിട്ട്. ഇതിൽ വന്നിട്ട് ഇവിടെ ലക്ഷ്മി ദേവി തന്നെയാണ്. പിന്നെ ഫുള്ള് ഇത് നല്ല ഫിനിഷിംഗ് ആണ്. നമ്മളാ ഒരു പ്രൈസ് ഇതിലിങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു പ്രൈസിന് നല്ലോണം വേർത്താണ് കേട്ടോ. പ്രൈസ് ഞാൻ പറയാം. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ്. ഇത് ഇങ്ങനെ, ഇത് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചിരാം. ഇത് യൂസ് ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ഇതിലേലും യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി, എന്താ പറയാ, നമ്മള് സെറ്റ് മുണ്ടൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സെറ്റ് സാരി ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ അതാണ് ഭംഗി കേട്ടോ. ഇത് കുറച്ച് ഹെവിയാണ്. നമുക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ട് എന്തെങ്കിലും ഇടുന്ന സമയത്ത്, ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ, സ്വന്തം വീട്ടിലത്തെ കല്യാണങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓക്കെ ആയിരിക്കും. അല്ല, ഇടണവർക്കും ഓക്കെയാണ് കേട്ടോ. എനിക്കെന്തോ കുറച്ച് അധികമാണ്, എന്നാലും അത്ര വൃത്തികേടൊന്നുമില്ല കേട്ടോ, ഭംഗിയുണ്ട്. അപ്പൊ ആ കമ്മൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുള്ളൂ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുള്ളത് കൊണ്ട് അതും ഇതും വെച്ച് നോക്കുമ്പോൾ അതല്ലേ കുറച്ചുകൂടെ ഭംഗി എന്നൊരു തോന്നല്. കാരണം അതൊരു പ്യുവർലി ഒരു ജിമിക്കി, ഞങ്ങൾ ജിമിക്കി എന്ന് പറയും, ജിമിക്കി ആ ടൈപ്പ് അല്ലേ. ഇത് കുറച്ചുകൂടെ ഒരു വാലും കാലൊക്കെ വന്ന ഒരു ഫീല് തോന്നില്ലേ. അപ്പൊ അത് നല്ല ഭംഗി കേട്ടോ കാണാൻ. അതായത് നല്ല രസാ. വലിപ്പത്തിൽ കുറച്ച് വലിപ്പം കൂടുതലുണ്ടെന്ന് മാത്രമാണ്. ഈ വലിയ ജിംക വന്നിട്ട് 288 ആണ് പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത്. 288 രൂപ ഇപ്പൊ നോക്കുമ്പോൾ കേട്ടോ. അന്ന് എനിക്ക് ഓർമ്മയില്ല എത്രയാണ് കൊടുത്തെന്നുള്ളത്, അത് വേറെ അക്കൗണ്ടിൽ നിന്നാണ് ചെയ്തേക്കണേ. അപ്പൊ 288 രൂപയാണ് ഇപ്പോ. ചെറിയ ഫസ്റ്റ് കാണിച്ച ജിംകയ്ക്ക് വന്നിട്ട് 312 312 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത്. പക്ഷെ ആ ഒരു പ്രൈസിന് നല്ല വേർത്താണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രൈസ് ഒക്കെ കൊടുത്തിട്ട് ഒരു കമ്മൽ വാങ്ങുക എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ്. കാരണം ഞാൻ ലോക പിശുക്കിയായത് കാരണം കൊണ്ട്. പക്ഷെ ആ ഒരു പ്രൈസിന് വന്നിട്ട് നല്ല അഫോർഡബിൾ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റിക്ക് അത് വന്നിട്ട് പ്രൈസ് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, നോർമലി കണ്ട ഒരു ഇതെന്ന്. പിന്നെ ഇത്രയും കാലമായി, 1.5 years ആയി ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കളറിനൊന്നും വേറെ പ്രശ്നം, നമ്മളത് സൂക്ഷിക്കണം കേട്ടോ. നമ്മളങ്ങനെ എല്ലാ കമ്പനിയുടെ കൂടെ അങ്ങനെ വലിച്ചു വാരിടാൻ പാടില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി തുടച്ച് വൃത്തിയാക്കി വേറെ ബോക്സിൽ വേറെ കവറിലൊക്കെ ആക്കിയിട്ടാണ് വെക്കാറ്. എന്നാലും വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല എനിക്ക്. ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും ഉള്ള മാതിരി തന്നെയാണ്. ചെറുതായിട്ടൊന്നും മങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ കളർ പോവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ പ്രൊഡക്റ്റുകൾ.
ഇത്രയും പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചത്. ഇത് വന്നിട്ട് ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കണം. പിന്നെ അങ്ങനെ എന്താ പറയുക, ഓരോ ദിവസം നാളെ എന്ന് വെച്ചിട്ട് നീട്ടിക്കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കോഡും അതുപോലെ പ്രൈസും എല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. കമൻറ്റുകൾ രേഖപ്പെടുത്തും. നിങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിവ്യൂ കൂടെ കമൻസിലൊന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.